നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 3 ഓഗസ്റ്റ് 2025 ഞായറാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കുറയുകയാണ്. ഇനി കോട്ടയം ബോർഡ് വില RSS 4 കിലോ 204 RSS 5 കിലോ 200 ആണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 204 RSS 5 200 ആണ്. ഇതാണ് കൊച്ചി വില. മിക്ക ആൾക്കാരും ശുഭപ്രതീക്ഷയിൽ ടാപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 196 RSS 5 കിലോ 192 രൂപയാണ്. ISNL 172 മുതൽ 170 രൂപ 50 പൈസയുമാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 123 വരെയാണ്. ഇന്ന് രാവിലെയൊക്കെ റബ്ബർ ടാപ്പിങ്ങിന് അനുകൂലമായ കാലാവസ്ഥയാണ്. ഇന്ന് മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങി. കവറിട്ട മരം പോലും വെട്ടാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം റബ്ബർ കർഷകർ വീണ്ടും ശുഭപ്രതീക്ഷയിൽ ടാപ്പിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ഇനി കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ ഇപ്പോൾ 2 രൂപ കുറഞ്ഞ് ഇപ്പോൾ 98 രൂപയായി. അതേസമയം വെളിച്ചെണ്ണ ലിറ്ററിന് ഇപ്പോഴും 480 കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ. കച്ചോലം 400, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കുരുമുളക് അൺകാർബിൾഡ് കിലോ 665, പുതിയത് 655, കാർബിൾഡ് കിലോ 685, ഗ്രാമ്പൂ 780, നാടൻ 880, ജാതിക്ക തൊണ്ടോടുകൂടി 250, മഞ്ഞൾ സേലം 155, കുരുമുളക് വയനാടൻ 660, കുരുമുളക് നാടൻ 650 ആണ്. ഓണത്തിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ഓണത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ വെളിച്ചെണ്ണ കുറയുമെന്നാണ് GR അനിൽ പറയുന്നത്. ഇപ്പോൾ സപ്ലൈകോയിൽ വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണയ്ക്ക് 349 രൂപയാണ്. 10 മുതൽ ഈ വില വീണ്ടും കുറയുമെന്നാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത്. ഇപ്പോൾ കേരഫെഡിൻ്റെയും KRGയുടെയും വെളിച്ചെണ്ണ വില കുറയ്ക്കണമെന്ന് ഇന്നലെ രാവിലെ കൃഷിമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനകം അതിനും തീരുമാനമാകും. എന്തായാലും മിക്ക ആൾക്കാർക്കും ഓണം നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാൻ വെളിച്ചെണ്ണ അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസ് നല്ല രീതിയിലാണ് പ്രതിഷേധം രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. സിസ്റ്റർമാരായ വന്ദനയും പ്രീതിയുമാണ് അറസ്റ്റ് ചെയ്തത്. അവരെ ഇന്നലെ കോടതി വഴി അവർക്ക് ജാമ്യം കൊടുത്തിരിക്കുകയാണ്. മാതാപിതാക്കൾ പറയുന്നത് മക്കളെ മനുഷ്യക്കടത്തിനോ നിർബന്ധിത മതപര്യത്തിനോ ഇരയാക്കിയിട്ടില്ലെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. എന്തായാലും ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. ആർക്കും ഏത് മതത്തിൽ വിശ്വസിക്കുകയോ ചെയ്യാം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്ന വളരെയധികം നന്ദി.